പുന്നാരമാരെന്റെ കനിവോലും നെഞ്ചിലെ കാണാക്കിനാവിനെ കാത്തിരുന്നു എന്റെ നെഞ്ചേറും കൽബിനെ കാക്ക കൊടുക്കുന്ന സ്പ്രേ ആണല്ലോ ഇത്. ഓ മകൾക്കുമ്പോ നല്ല സ്പ്രേ ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ഒരു കാക്കാത്തും തന്നിക്കും. നല്ല മണം. ഇപ്പൊ എന്തായാലും ഓ അങ്ങനെ അതിലായിരിക്കും. ഏടി കുഞ്ഞോളെ. ആ ആ താത്ത. ആ ഇമ്മ എവിടെടി? ഇമ്മ അതാടെ ഔത്തുണ്ട്. ആ ഞാൻ ഉമ്മാനെ കാണാനും നിങ്ങളുടെ ഇറങ്ങിയതേന്ന്. കൊറേ ദിവസമായി ഉമ്മാനെ കണ്ടിട്ടേ. എന്താ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ലടി. മകളെ പെരയിലേന്ന്. എന്താ അവളെ പാട്? ഓള് പെറ്റെടുക്കാണെന്ന് പറഞ്ഞ കേട്ടീന്ന് ഉമ്മ. ആ പെറ്റെടുക്കന്നെയാണ് മകളെ. ആ സുഖാണ്. അങ്ങനൊക്കെ പോണ്. കുട്ടി അങ്ങനെ നൊലോളിച്ചു. രാത്രി അതിന് ഉറക്കം തന്നെ ഇല്ല. പകൽ ഇങ്ങനെ കിടന്നുറങ്ങും ചേച്ചു. പിന്നെ ഇപ്പൊ പെറ്റെടുക്കണ പെണ്ണുങ്ങൾക്ക് പകൽ ഉറങ്ങാനും പറ്റൂലല്ലോ. കുളിച്ച പാടൊന്നും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ തുന്നും കാര്യങ്ങളൊക്കെ ആണ് പഴക്കും. അപ്പൊ അത് കാരണം ഓൾക്ക് ഉറങ്ങാനും പറ്റില്ല. രാത്രി ലേശം നേരിട്ടൊന്ന് കണ്ണീമ്പും. അത് കഴിഞ്ഞാ പിന്നെ കുട്ടിയാണ് ഉണർന്നാ പിന്നെ 5 മണിയാവും പിന്നെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഉമ്മാനൊന്നിട്ട് വിളിച്ച ഉമ്മാനെ കൊറേ ആയി കണ്ടിട്ട്. ഇമ്മ എന്താ ഖദീജാത്ത വന്നിക്കണേ? ഇമ്മ അവിടെ ഷിഫാന വരുന്നുണ്ട് പറഞ്ഞീന്ന്. അപ്പൊ ഓളെ റൂമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി നേരാക്കേന്ന്. അങ്ങനെ അടച്ചിട്ടിക്കല്ലേ. അപ്പൊ ഒക്കെ റെഡിയാക്കേന്ന്. ഇങ്ങോട്ട് കേറിനു? ഇല്ലടി കേറുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. പുറത്ത് നിക്കാൻ നല്ല അകത്തൊക്കെ നല്ല ചൂടേക്കാരം. പുറത്താകുമ്പോ കുറച്ച് കാറ്റൊക്കെ ഉണ്ടാവും. ആ ഉള്ളിലല്ല ചൂട് തന്നെയാണ്. എന്നാ ഞാൻ അമ്മാനോട് ഇങ്ങോട്ട് വരാൻ പറയാ. ആ എന്നാ ഞാൻ അവിടെ നിക്കാം. തള്ള എന്തിനാണ് അവ വന്നിക്കണത്? ഒന്നല്ലെങ്കിൽ എന്റെ കുറ്റം പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഓളെ കുറ്റം പറയാൻ. രണ്ടാലൊന്നിനേക്കാരം വന്നിട്ടുണ്ടാവും. എന്നും വരും കുറ്റം പറിച്ചങ്ങാണ്ട്. തള്ള ഭയങ്കര സാധനം തന്നെ. എന്ത് താത്ത നിങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കണ്? എന്ത് പറയാനാ മോളെ? ജതാ തള്ളനെ കണ്ടോ? അവിടെ നമ്മളാ മല്ലികന്റെ അവിടെ നിക്കണതാ. ആ അതാരാണ്? അതാണ് ഉമ്മാന്റെ ബെസ്റ്റ് കൂട്ടുകാരത്തി. ഇവിടെ അങ്ങനെ അയൽവാസിയിലുള്ളതാ. കുറച്ച് ദിവസമായിട്ട് അതിന്റെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് ഉണ്ടായിരുന്നു. തലേന്നും അതിന്റെ പിറ്റേന്നും ഒക്കെ കഴിച്ചിട്ട് വരാൻ ഉണ്ടായിക്കണ്. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കേ എവിടെ ഏന്നൂന്ന്. അപ്പൊ എന്നോട് പറയാ മകളോടെ ഏന്നൂന്ന്. മകള് പെറ്റെടുക്കണേ. അപ്പം പോയി വന്നേക്കന്നെ കണ്ടില്ല. ഉമ്മാനെ കാണാൻ വേണ്ടിട്ട് വന്ന് നിക്ക. ഉമ്മ ഷിഫാന്റെ റൂം ആരാക്കാണല്ലോ. അപ്പൊ വരാറുണ്ട് ഉമ്മ. അതുവരെ അവിടെ കാത്തു നിക്കണം. ഇനി കൊറച്ചുണ്ടാവും നമ്മളെ പറ്റിട്ട് പറയാൻ മോളെ. ഒന്നല്ലെങ്കിൽ എന്നെ പറ്റിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അന്നെ പറ്റിട്ട്. ഇത്രയും കാലം എന്നെ പറ്റിട്ട് എന്ന് പറഞ്ഞത്. ഇനിയിപ്പൊ അന്നെ പറ്റിട്ടേക്കാറ്. ആ തള്ള എന്ത് പറഞ്ഞോ അതൊക്കെ നമ്മളമ്മ വിശ്വസിക്കും. ആ തള്ള പറഞ്ഞ പോലെ ഉമ്മ നമ്മളെ നേരക്കെടുക്കുള്ളൂ. കണ്ടോണ്ട് ജി. അങ്ങനെ ഒരു അവതാരം ഉണ്ടോ? ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നല്ല മോളെ. ഞാൻ വന്ന് കേറി എന്ന് മുതൽ തുടങ്ങിയതാ. ഇന്നെ തള്ളക്ക് കണ്ണെടുത്താ കണ്ടൂടാ. എന്നാലാണെങ്കിലോ എന്റെ മുന്നില് പിന്നായിട്ട് നല്ലപോലെ നിക്കും. പക്ഷെ ഇമ്മാന്റെ മുന്നില് ഉമ്മാക്ക് ഫുള്ള് നോണിയും കെണി ഉണ്ടാക്കി കൊടുക്കണ ഈ ഒരു തള്ളയിൽ ഷിഫാനെന്നെ ഭയങ്കര ഇഷ്ടാ. ഷിഫാനെ ഇങ്ങനെ പൊക്കി അടിക്കും. വെറുതെ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിട്ടേ ഷിഫാനെ എല്ലാം പൊക്കി അടിക്കും. നമ്മളെ ഫുള്ള് താത്തി കൊട്ടെന്ന് ചോദിച്ചു. എന്നിട്ട് ഉമ്മ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉമ്മ നമ്മളെ നേരക്ക് എടുക്കും. ഇത് കണ്ടോളുണ്ടോ? ഇക്ക അനുഭവാണ്. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് എന്തായാലും പോവൂല. നോക്കി വെച്ചോ ആ തള്ളനെ. എന്തായാലും ഇന്റെ അടുത്ത് നടക്കൂല. ഇമ്മ ഓലെ വാക്കും കേട്ടിട്ട് ഇന്റെ നേരക്കൊന്നും വരട്ടെ. അപ്പൊ ഞാൻ പറയാനുള്ളത് പറയും. നിങ്ങളിങ്ങനെ പേടിച്ചു നിക്കും. ഇല്ലാത്ത കുറ്റം കുറവ് ഒന്നും ഉണ്ടാവില്ല നമ്മക്ക്.
ഇജ്ജ് മോളെ എന്റെ പണികൾ എടുത്തോ, അതാ നല്ലത്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ പിന്നെ ഇനി ഒളിഞ്ഞു കേട്ടു എന്നുള്ള പ്രശ്നേക്കാരം. ചെല്ല്. ആ ഞാൻ പോവാണ്. ഞാൻ ഇവിടെ അടിച്ചോരിങ്ങാണ്ട് ചൂലൊക്കാൻ വരുമ്പോളാ നിങ്ങൾ ഇവിടെ ഞാൻ നിന്ന് നോക്കണേ. എന്തായാലും ഓലത് നടക്കട്ടെ. ജമീല, ഇതെന്താ വെയിലുള്ളത് നിന്നിട്ട്? ഒന്നല്ലടി, ഞാനേ ആ പൂവൊക്കെ കണ്ടപ്പോളേ കാലം തെറ്റിയിട്ടല്ലോ എന്റെ കൂടെ പൂവൊക്കെ ഉണ്ടാവണത്. ഒന്നും പറയണ്ട മളെ, കാലം തെറ്റിയിട്ടൊക്കെ തന്നെ ഉണ്ടാവണത്. ഓണൊക്കെ എന്ന് കഴിഞ്ഞിട്ട് അപ്പൊ പൂവൊക്കെ ഉണ്ടാവണത്. വെയിലിന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ഔത്തൊന്നും ഇരിക്കൂലടി, ഭയങ്കര ചൂടാണ്. അപ്പൊ ഞാൻ എന്റെ മരോളോട് പറയേ, ഞാൻ ഔത്തേക്ക് കേറുന്നില്ല, അമ്മാനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. എന്താ എന്റെ വർത്താനം? എന്ത് വർത്താനം മളെ, കൊറേ ദിവസമായാലും ഇപ്പൊ എന്റെ അടുത്തേക്കൊക്കെ ഒന്ന് വന്നിട്ട്. അപ്പൊ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാ പണികളൊക്കെ കഴിഞ്ഞപ്പോ. ആ ഇജ്ജില്ലാറ്റൊരു സുഖം ഉണ്ടായിട്ടില്ലേടി. എന്താ എന്നിട്ട് പാട്? എന്റെ പെണ്ണ് പെറ്റെടുക്കല്ലേ, ഓളെ പാടെന്താ? ഞാൻ ഓളെ കാണണം എന്നൊക്കെ വിചാരിക്കും, പിന്നെ വരാനൊന്നും പറ്റൂലടി. പിന്നെ അവിടെ പോയി കാണണ്ട ഓളെ. ഇനി ഓള് ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ വേണൊന്ന് കാണാന്. ഓൾക്ക് കുഴപ്പമൊന്നും ഇല്ലടി. കുട്ടിയുടെ കാര്യമാണ്, കുട്ടി ഏത് സമയം ഒളിച്ചിങ്ങാണ്ട. രാത്രി ആണെന്നുണ്ടെങ്കിൽ അതിന് ഉറക്കം തന്നെ ഇല്ല. ആ കാര്യം പറയപ്പോ ഞാന്, ചില കുട്ടികളെ അങ്ങനെ തന്നെ എടി. ഇപ്പൊ എന്റെ പെണ്ണ് ഡേറ്റ് തെറ്റിട്ടൊക്കെ അല്ലേ പറ്റിക്കണത്, കുറച്ച് മുന്നക്കല്ലേ. അപ്പൊ അത് കയ്യോളൊക്കെ ഈ നിലയും വീല് ചിലപ്പോ നല്ല കിടന്ന് ഉറങ്ങും, ചിലപ്പോ തീരെ ഉറങ്ങൂല. അങ്ങനൊക്കെ തന്നെ. അതിന്റെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാല് ആക്കാണ് ശരിയായിക്കോളും. ആ അത് പറഞ്ഞേക്കാ, ഐറ്റങ്ങളെ ദിവസം കഴിയോളം ഐറ്റങ്ങൾ അങ്ങനെ തന്നെയാണ്, ഉറക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല അങ്ങനൊക്കെ പറഞ്ഞേക്കാം. ഈ എണ്ണന്റെയും കൊയമ്പിന്റെയും മണവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ ഐറ്റങ്ങൾക്ക് പറ്റുണ്ടാവൂല. അല്ല, എന്റെ ചെറിയ മരോളെ അവിടെടി, ഓളെ ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് അന്നാ കണ്ട, പിന്നെ ഞാൻ പോവും ചെയ്തില്ലേ. എന്താ പെണ്ണ് പാട്? കൊഴപ്പൊന്നുമില്ല. എന്താ ഇപ്പൊ പറയണത്, മറ്റോളെക്കായും കുറച്ച് ചൊടി കൂടുതലാണ് ഓക്ക്. എത്ര പവനാ പോള് കൊടുന്നിക്കണ്? തോനെ പണ്ടൊക്കെ ഇട്ടീനല്ലോ, ഞാൻ എന്നോട് ചോദിക്കാൻ മറന്നിക്കണ്. 10-50 പവനൊക്കെ ഉണ്ട്. 50 പവനൊക്കെ ഉണ്ടോ? നല്ല കിട്ടിക്കണ. അനക്കെന്താ കിട്ടി? ഈ സാധാരണ ഈ പെണ്ണ് നിങ്ങള് വന്നിട്ട് ഉമ്മാർക്കൊക്കെ ഓരോ വളൊക്കെ ഇട്ടായിരുന്നേ, അനക്കെന്തേലും കിട്ടിയാ? ഇക്കെന്ത് തരുന്നേ? ഇക്കൊന്നും തന്നിട്ടൊന്നുമില്ല. ഒന്നും ഇട്ടില്ലാന്നോ? നോണ അറിയണ്ടട്ടോ, ഒന്നും ഇടാതൊന്നും ഇരിക്കൂല. എത്രയും പണ്ടൊക്കെ ആയിട്ട് കേറി വന്നോളൂ, ഒന്നും ഇടാതിരിക്കുക. പൊയ്ക്കച്ച് നോണ അറിയണ്ട. എനിക്കിപ്പൊ കാണിച്ചു തരുമൊന്നും വേണ്ടച്ച്, ഞാൻ എന്നോട് ചോദിച്ചു എന്നോളൂ. സത്യമായിട്ട് നിക്കൊന്നും തന്നിട്ടില്ല. ഇപ്പൊ എന്നോട് പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഒരു സാധനം രണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കജുമൊക്കെ ഇജ്ജ് കാണൂലേ? ഒന്നുമില്ല. ഒരു ചെയിൻ ഉണ്ടായിന്ന്, അത് ഞാൻ പണയം വെച്ച്, അത് ഓള് തന്നോന്നല്ല. ഇതിപ്പോ നല്ല കൂത്ത്. ഇജ്ജ് കാര്യത്തില് പറഞ്ഞത് അനക്കൊന്നും കിട്ടിയിട്ടില്ലാന്ന്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ പണ്ടിട്ട് കൊടുക്കലൊക്കെ, വള ഇട്ട് കൊടുക്കും, അതേപോലെ അമ്മായിമ്മക്ക് മോതിരം ഇട്ട് കൊടുക്കും, പിന്നെ നാത്തൂൻക്ക് ഉണ്ടല്ലോ ഒരു മോതിരൊക്കെ ഇട്ട് കൊടുക്കല്, അതൊക്കെ ഇട്ട് കൊടുത്തോ? നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കണ സമയത്ത് മാപ്പിളിന്റെ പെങ്ങൾക്ക് ഉണ്ടല്ലോ മോതിരൊക്കെ ഇട്ട് കൊടുക്കല്, ഓൾക്ക് അതും കിട്ടിയിട്ടില്ലേ? ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ നല്ല കഥ. ഇജ്ജ് എന്നിട്ട് അതിനെ പറ്റി ഒന്നും ചോദിച്ചില്ല? ഇപ്പൊ ഇന്റെ ആങ്ങളുടെ മകളെ കല്യാണം കഴിഞ്ഞല്ലോ, ആ ചെക്കൻ ചെക്കന്റെ പെരക്കാർക്ക് ഇബലി എന്തെല്ലാം ഒരു മുതലട്ട് കൊടുത്തുന്നറിയോ? എന്നിട്ട് ഞാൻ പറയും ചെയ്തി, എന്തിനാണ് ഇത്രത്തോളം സാധനങ്ങളൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത്? അപ്പൊ പറഞ്ഞ് നാട്ടു നടപ്പല്ലേന്ന്. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും കിട്ടിച്ച്, നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാൻ അറിയായിട്ടാണ്. അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങളില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഓളോട് ചോദിച്ചു നോക്കി. അപ്പൊ ഓളേക്കന്ന് എന്തായാലും 2-3 പവനൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. നല്ല കട്ടിയും കനത്തിലുള്ള വളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അതണ്ട് വാങ്ങിയാ മതി. ഇനിയിപ്പൊ അന്ന് തന്നില്ല എന്നുള്ള ആ ഒരു പേര് പറഞ്ഞാ മതിയേ. ഓളോട് പറഞ്ഞാ മതി, നിങ്ങൾ എന്താ അങ്ങനെ ഇടായിരുന്നു ചോദിച്ചാ മതി. എന്റെ കുടുംബങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിക്കണെന്ന് പറയണ്ട. ഇജ്ജ് പറഞ്ഞ പോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണല്ലോ, അപ്പൊ ശരിയാവൂലല്ലോ. അങ്ങനൊക്കെ കിട്ടാണ്ടെന്നുണ്ടെങ്കില് അത് വാങ്ങന്നെ വേണല്ലോ. എന്നാ പിന്നെ അങ്ങനെ വിട്ടാ പറ്റൂല. എന്തായാലും വേണ്ടില്ല, അവളോട് ചോദിക്കന്നെ വേണം. ഇപ്പൊ മൂത്ത മരുവളൊന്ന് പൊന്തിയിട്ടുണ്ടാവല്ലോ ചെറിയോള് വന്നതിന്റെ ശേഷം. മറ്റോൾക്ക് ഇപ്പൊ കുറച്ച് കൊമ്പ് കൂടിയിരിക്കണ്, മറ്റോളൊപ്പം ഉള്ളതോണ്ടേ. ആദ്യം ഓള് ഒറ്റയ്ക്ക് ചെയ്യുന്നല്ലോ, അപ്പൊ എന്നോടൊന്നും പറയാൻ വെച്ച.
ഇപ്പൊ കുറച്ച് നാവ് കുറച്ച് കൂടുതലാണ്. നിങ്ങള് നന്നാവായിട്ടാണ് രണ്ട് മരുക്കളി ഒരുപോലെ പറയണം. മറ്റോള് കുറച്ച് പണ്ടും മുതലും കൊടു നിക്കണ് വിചാരിച്ചിട്ട് ഓളെ അങ്ങോട്ട് ഒഴിച്ചു വിടൊന്നും വേണ്ട. ഇപ്പൊ മൂത്തോളം എങ്ങനെയാണ് നിങ്ങളെ അടുത്ത് നിക്കണ് അതേപോലെ തന്നെ ചെറിയോള് നിക്കും. പണ്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓളെ താഴത്തിനൊത്ത് നിങ്ങൾ തുള്ളാൻ നിക്കണ്ട, ഓളെ പേടിച്ച് നിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പൊ നിങ്ങൾക്കില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് ഓളോട് പറയണതേ. ആ എന്നാ പിന്നെ എന്താ രണ്ടാളും ഒരേപോലെ പറയുന്നേ. അതുകൊണ്ട് പിന്നെ എന്താന്നറിയോ, നിങ്ങളെ മകളി ഓളൊന്നും പറയാൻ വരൂല, പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കും ചെയ്യൂല. അതാ നിങ്ങൾ എന്തേലും കൊടുത്തിന്നാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ കൊടുക്കുമല്ലോ. ഞങ്ങളോട് പോലെ ആദ്യം പറഞ്ഞിരുന്നു ഒന്നും ഇടണ്ടെന്നുള്ളത്. ഞങ്ങളെ അവസ്ഥ ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ ഓന്റെ പെങ്ങൾക്ക് ഒരു മോതിരം അടിയിപ്പിച്ചു ഓളെ കൊണ്ട്. ഞാൻ എടുത്ത പണ്ടത്തുനിന്ന് തന്നെ. ഇനി എന്താ വെച്ചാ നമ്മളായിട്ടൊരു കുറവ് വരുത്തണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു മോതിരം കണ്ട് ഇടിപ്പിച്ചു. ഇപ്പൊ എന്താ ഓളെ നാത്തൂനും കൂടി എന്താ വെച്ചിട്ടാ നല്ല സ്വഭാവ പെൺകുട്ടി. നല്ല രീതിയിൽ എല്ലാവരും നല്ല പോലെ തന്നെയാണ്. ഇത് നിങ്ങക്ക് പറയാൻ അറിയായിട്ടാണ്. നിങ്ങളെ പറഞ്ഞാ മതി. ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഇതിന് എന്തെല്ലാം കാര്യങ്ങളാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നടന്നത്. ഞാൻ വന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയുന്നു. നിങ്ങളിപ്പോ അത് ഇന്നോട് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിലോ? ഇജ്ജ് പോയതിന്റെ ശേഷം തന്നെ എനിക്ക് ആരെങ്കിലും എന്തേലും ഒന്ന് പറഞ്ഞു തരണ്ടേ. ഇതാരും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ഈ പെരന്റെ ഉള്ളില്. ഇജ്ജ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്റെ മകളോർക്കും പോയിക്കാം. അപ്പൊ ആരപ്പ ഉള്ളത്, ഏതൊക്കെയാന്നുള്ളത് ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇജ്ജ് വേണ്ടേ. എന്താ ഇപ്പൊ എന്റെ ഗതികേടല്ല അപ്പൊ എന്തെന്നാ പറയാ. എനിക്ക് അതിനൊന്നും ഭാഗ്യം ഉണ്ടാവൂല. എന്നെ എന്തായാലേ ഞാനാണ് പോട്ടെ. എനിക്ക് ഇനി കുറച്ചും കൂടി അവിടെ അടിച്ചൊരു തുടക്കാനും കൂടി ഉണ്ട്. എന്തായാലും വെയിലൊന്ന് കൂടുന്നതിന്റെ മുന്നങ്ങളൊന്നും വന്ന് കാണാച്ചിട്ട് വന്നതേ. ഞാൻ പോട്ടെട്ടാ. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ഇനി നിങ്ങൾ മുണ്ടാതെ നിന്നാ പിന്നെ നിങ്ങളെ തലേ കയറി നിരങ്ങോളൂ. എന്നാ ശരി ആയിക്കോട്ടെ. എന്നാ ചെല്ലുന്നാല് വെയിലാവും ചെയ്തിക്കും. ആടി. എങ്ങനെ ആയാലും ഞാനവിടെ ചെല്ലട്ടോ ഓളടുത്തേക്ക്. എന്താ ഓൾക്ക് തരാഞ്ഞെന്നുള്ളതൊക്കെ ഒന്ന് ചോദിക്കണല്ലോ. അങ്ങനെ വിട്ടാ പറ്റൂല ഇപ്പൊ എന്തായാലും.